എന്നെ ചതിക്കുകയാണെന്നറിഞ്ഞിട്ടും എന്തിനാണ് മഹാദേവ നീ അവർക്ക് കൂട്ടുനിന്നത്? നീ കേൾക്കാത്തതും കാണാത്തതും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതാണ് നിന്നിലേക്ക് വരാൻ താമസിച്ചത്. എന്നിട്ടെന്താണ് ഭഗവാനെ ഒരു സൂചന പോലും തരാതിരുന്നത്? അറിഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും ആ ബന്ധം വളർത്തില്ലായിരുന്നു. നീ അവരിൽ നിന്ന് ചതിക്കപ്പെടുകയാണ് എന്ന് പല രീതിയിലും നിനക്ക് സൂചനകൾ ഞാൻ തന്നതാണ്. പക്ഷേ അമിതമായ സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയും കാരണം നിനക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിഞ്ഞെങ്കിലും ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചു ഭഗവാനെ. എന്റെ സ്നേഹം, അതിനായി കളഞ്ഞ സമയം, അവർക്കായി ചെയ്ത ഓരോന്നും എന്നെ മനസ്സിനെ ഓർമ്മകളുടെ രൂപത്തിൽ കുത്തി നോവിക്കുന്നു. വേദനകൾ നിന്നെ പരിവർത്തനപ്പെടുത്തും. നിന്റെ വില നീ മനസ്സിലാക്കാത്തതുപോലെ തന്നെ അവരും നിന്റെ വില മനസ്സിലാക്കിയില്ല. നിന്നേക്കാൾ കൂടുതൽ വേദനകളും നഷ്ടങ്ങളും അവർക്കാണുണ്ടായത്. നിന്നോട് നുണകൾ പറഞ്ഞ് വഞ്ചിച്ചു തുടങ്ങിയ അന്നു മുതൽ അവരിൽ നിന്ന് നിന്റെ സ്നേഹം ഞാൻ തിരിച്ചെടുത്തു. പിന്നീട് അവരിൽ നിന്ന് നിന്നോടുള്ള സാമീപ്യമോഹം ഇല്ലാതാക്കി. എന്നാൽ നിന്നെ വിഡ്ഢിയാക്കി കണ്ടെത്തിയവരിൽ നീ ഇല്ലെന്ന സത്യം അവർ മനസ്സിലാക്കിയില്ല. അതുതന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും.